അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കോട്ടയത്തോട്ടാണ്. കോട്ടയത്ത് നമ്മളൊരു ആഡ് ഷൂട്ടിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരു ഓണം റിലേറ്റഡ് ആഡ് ഷൂട്ടാണ്. നമ്മുടെ പരിശുദ്ധം വെളിച്ചെണ്ണയുടെ ആഡാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഈ ലൊക്കേഷൻ അടിപൊളി രസമാണ്. ഈ ഒരു പ്രോപ്പർ പ്ലേസ് ഞാൻ പേര് ഓർക്കുന്നില്ല, പക്ഷേ ലൊക്കേഷൻ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ തനി ഒരു ഗ്രാമീണത വിളിച്ചോതുന്ന സ്ഥലം എന്നൊക്കെ നമുക്ക് പറയാം. ഒരു നല്ലൊരു ഗ്രാമമാണ്. ഈ ഒരു കടയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് ശരിക്കും യഥാർത്ഥ ഓണർ ഷോപ്പിൻ്റെ. ആൾ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. ഇത് നമ്മുടെ മാവേലി ഒരുക്കുന്ന സീനാണ്. മാവേലിയുടെ ആഭരണങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ അവിടുത്തെ ആൾക്കാരുടെ ഒരു കോപ്പറേഷൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു വീട് നമുക്ക് മാവേലി ഒരുക്കാനായിട്ട് അവർ ആ സിറ്റ് ഔട്ടിൽ പ്രൊവൈഡ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഐറ്റംസ്, വെള്ളം ഒക്കെ അവർ വളരെ കോപ്പറേറ്റീവായിട്ട് തന്നെ നമുക്ക് എത്തിച്ചു തന്നു. ഇതാണ് എൻ്റെ ഒരു പോർഷൻ. ആ ഒരു പോർഷനാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ആ ഒരു പ്ലേസിൽ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് കുറച്ചൊരു ഉള്ളേരിയയിലോട്ട് പോകണമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒരു കൈതത്തോട്ടത്തിലാണ് പോയത് നെക്സ്റ്റ് പോർഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പോകുന്ന വഴികളാണ് ഈ കാണുന്നത്. പോകുന്ന വഴിയെന്ന് വെച്ചാൽ വളരെ രസമാണ്. ഒരു കാടിനുള്ളിലൂടെ പോകുന്ന ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും. പക്ഷേ അവിടുത്തെ വീടുകളൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേക ഒരു ഗ്രാമീണത നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ നല്ല രസമായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മുടെ മാവേലി പ്രത്യക്ഷപ്പെട്ടു. ഇതാണ് നമ്മുടെ മാവേലി. വളരെ നന്നായിട്ട് തന്നെ മാവേലി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവേലി ഒരുക്കിയതെല്ലാം നമ്മുടെ കൂടെയുള്ള ഒരു ആക്ടർ തന്നെയാണ്. ഇദ്ദേഹമായിരുന്നു മേക്കപ്പ് ഒക്കെ ചെയ്ത് മാവേലി അടിപൊളിയാക്കി എടുത്തത്. ശരിക്കും ഒരു ആഡ് ഷൂട്ടിന് പിന്നിൽ നമ്മളത് കാണുമ്പം ജസ്റ്റ് ഒരു ആഡാണ്, പക്ഷെ അതിന് പിന്നിൽ എത്രയോ ആൾക്കാരുടെ പ്രയത്നമാണുള്ളതല്ലേ. അത് ശരിക്കും നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എത്രയോ പേരുടെ എഫേർട്ടാണ് അതിന് പിന്നിലെന്ന്. നമ്മൾ ശരിക്കും നോക്കുമ്പോൾ ഷൂട്ട് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സ് അങ്ങനെ കുറച്ച് പേരെ കാണുന്നുള്ളൂ. പക്ഷേ ഒരുപാട് പേരുടെ പ്രയത്നമാണ് നമ്മൾ കാണുന്ന ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒരു ആഡിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്.